ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കണക്റ്റഡ് ഫാക്ട്സിൻ്റെ 15ാമത്തെ പാർട്ടാണ്. ഇപ്പോൾ 14 പാർട്ടും നിങ്ങൾ കവർ ചെയ്ത് അറിയാത്തതൊക്കെ നോട്ട് ചെയ്ത് ഒക്കെ പോകുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇനിയുള്ള ഏത് പരീക്ഷയ്ക്ക് ഈ പറഞ്ഞതിൽ ഏത് ഫാക്റ്റ് വന്നാലും എനിക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ഉപകാരമുള്ളൂ. അപ്പോൾ എന്തായാലും ചോദ്യത്തിലേക്ക് പോകുന്നു. 56ാമത്തെ ചോദ്യം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ്.കെ. പൊറ്റക്കാടിൻ്റെ രചനയാണ് ഒരു തെരുവിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ, വിഷകന്യക, പാതിരാസൂര്യൻ്റെ നാട്ടിൽ. അത് നമുക്കറിയാവുന്ന ചോദ്യമാണ്. ഓപ്ഷൻ ബി, ഒരു ദേശത്തിൻ്റെ കഥ. അപ്പോൾ ഇവിടെ നമുക്ക് 1962 ഒരു തെരുവിൻ്റെ കഥ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. അത് LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൾറെഡി ചോദിച്ച ചോദ്യമാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1962 എസ്.കെ. പൊറ്റക്കാടിന് ലഭിച്ചത് ഏത് കൃതിക്കാണ്, ഏത് നോവലിനാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തെരുവിൻ്റെ കഥ എന്നുള്ളത് ഓർത്തിരിക്കണം. ഇത് കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് എന്ന് പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. കേരളം എന്നുള്ളത് തെരുവ് എന്നുള്ള ലെവലിൽ കാണുക. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് ലഭിക്കുന്നത് 1973. അപ്പം അത് പ്രത്യേകിച്ച് അവിടെ ഓർത്തിരിക്കണം. ഒരു ദേശത്തിൻ്റെ കഥ എന്നുള്ളതിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 73-ലും 80-ൽ അതേ ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് ജ്ഞാനപീഠം അവാർഡ്. അപ്പോൾ ഇത് രണ്ടുമാണ് എപ്പോഴും കൂടുതൽ റിപ്പീറ്റേഷൻ വന്നിട്ടുള്ളത്. ഒരു തെരുവിൻ്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 73-ലും 80-ൽ ജ്ഞാനപീഠം അവാർഡും ലഭിച്ചു എന്നുള്ളത്. ഇനി എസ്.കെ. പൊറ്റക്കാടിൻ്റെ 3 കൃതികൾ ഓർത്തിരിക്കാനുള്ളതാണ്. പാതിരാസൂര്യൻ്റെ നാട്ടിൽ, കാപ്പിരികളുടെ നാട്ടിൽ, ക്ലിയോപാട്രയുടെ നാട്ടിൽ. ആ നാട്ടിൽ എന്നുള്ള 3 അവിടെ പറഞ്ഞതാണ്. വിഷകന്യക നമുക്ക് ആൾറെഡി ഓപ്ഷനിൽ ഉള്ളതാണ്. അതും എന്ത് ചെയ്യാറുണ്ട്, വിഷകന്യക ആരുടേതാണ് എന്നെടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ പാതിരാസൂര്യൻ്റെ നാട്ടിൽ, കാപ്പിരികളുടെ നാട്ടിൽ, ക്ലിയോപാട്രയുടെ നാട്ടിൽ, വിഷകന്യക, ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ. ഒരു തെരുവിൻ്റെ കഥയും ഒരു ദേശത്തിൻ്റെ കഥയും നിർബന്ധമായിട്ടും അവിടെ ഇയർ അടക്കം 62-ൽ കേരള സാഹിത്യ അക്കാദമി ഒരു തെരുവിൻ്റെ കഥ, 73-ൽ ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, 80-ൽ ജ്ഞാനപീഠം അവാർഡ് ഒരു ദേശത്തിൻ്റെ കഥ. അത്രയും ഓർത്തിരിക്കുക. ഇനി 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം എന്നുള്ളതാണ് ചോദ്യം. നിഹാൽ സരിൻ, കൊനേരു ഹംപി, വിശ്വനാഥൻ ആനന്ദ്, ആർ പ്രജ്ഞാനന്ദ. അത് പിന്നെ നമുക്ക് ഓപ്ഷന് സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. അങ്ങനെയാണ് ഓപ്ഷൻ ഇട്ടിരിക്കുന്നത്. കാരണം കൊനേരു ഹംപി അല്ല, നിഹാൽ സരിനും അല്ല, വിശ്വനാഥൻ ആനന്ദും അല്ല. അവരൊന്നും ഇപ്പോൾ നമുക്ക് ആ ഫീൽഡിൽ അത്രത്തോളം മികച്ച് നിൽക്കുന്ന ആളുകളല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഉത്തരം ആരാണ്? ആർ പ്രജ്ഞാനന്ദ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി നമുക്കവിടെ ഓർത്തിരിക്കാനുള്ള അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നിഹാൽ സരിൻ എന്ന് പറയുന്നത് 6ാമത്തെ വയസ്സിൽ അന്താരാഷ്ട്ര ഫിഡെ റേറ്റഡ് താരമായതാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ കേരളത്തിലെ അന്താരാഷ്ട്ര ഫിഡെ റേറ്റഡ് താരമാണ് ആര്? നിഹാൽ സരിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫാക്റ്റാണ് നിങ്ങൾ അവിടെ ഓർത്തിരിക്കേണ്ടത്. ഏറ്റവും പ്രായം കുറഞ്ഞ കേരളത്തിലെ അന്താരാഷ്ട്ര ഫിഡെ റേറ്റഡ് താരമാണ് ആര്? നിഹാൽ സരിൻ. നിഹാൽ സരിൻ ഏത് ഗെയിംസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. വിശ്വനാഥൻ ആനന്ദ് നമുക്കറിയാം, ലോക ചെസ് കിരീടം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ, ചെസ് ഓസ്കാർ ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ, ഇന്ത്യയിലെ പ്രഥമ ഗ്രാൻഡ് മാസ്റ്റർ. ഈ 3 ഫാക്റ്റുകളോടെ മിനിമം ഓർത്തിരിക്കാം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ലോക ചെസ് കിരീടം നേടിയ ആദ്യ ഏഷ്യക്കാരൻ, ചെസ് ഓസ്കാർ ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ, ഇന്ത്യയിലെ പ്രഥമ ഗ്രാൻഡ് മാസ്റ്റർ എന്ന പദവി ലഭിച്ചത്. ഇനി കൊനേരു ഹംപി 2002-ൽ ഗ്രാൻഡ് മാസ്റ്റർ, 2002-ലാണ് ആ വർഷം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ആ ഫാക്റ്റാണ് ഇമ്പോർട്ടൻ്റ്. ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കളിക്കാരി. ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കളിക്കാരിയും
ആദ്യത്തെ ഇന്ത്യൻ വനിതാ കളിക്കാരിയും ആര് തന്നെയാണ്? കൊനേരു ഹംപി തന്നെയാണ്. കൊനേരു ഹംപി മുമ്പ് ചോദിച്ചതാണ്. ഏത് ഗെയിംസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ താരമാണ് കൊനേരു ഹംപി. ഇനി പ്രജ്ഞാനന്ദ, നമുക്കിവിടെ ആൻസറാണ്. പ്രജ്ഞാനന്ദ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇൻ്റർനാഷണൽ മാസ്റ്റർ, അന്താരാഷ്ട്ര മാസ്റ്ററായ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ആ ഒരു ഫാക്റ്റ് അവിടെ ഓർത്തിരിക്കുക. കാരണം പ്രജ്ഞാനന്ദ നമുക്കിപ്പോഴും ലൈവായിട്ട് ഫീൽഡിൽ അത്രയും കിരീടങ്ങളും കാര്യങ്ങളും ഒക്കെ നേടി നിൽക്കുന്ന ആളായതുകൊണ്ട് ഇനിയുള്ള പരീക്ഷകൾ ഇഷ്ടം പോലെ വരാനുള്ള ചാൻസ് ഉണ്ട്. ചെസ് വേൾഡ് കപ്പ് ഫൈനലിലെത്തുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി. അപ്പോൾ അടുത്തൊരു ഫാക്റ്റാണ്. അപ്പോൾ പ്രജ്ഞാനന്ദ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അന്താരാഷ്ട്ര മാസ്റ്ററാണ്, ഇൻ്റർനാഷണൽ മാസ്റ്റർ, IM എന്ന് ഷോർട്ടിൽ പറയുന്നത്. ചെസ് വേൾഡ് കപ്പ് ഫൈനലിലെത്തുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ, ചെസ് വേൾഡ് കപ്പ് ചരിത്രത്തിൽ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഫൈനലിലെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും. പ്രസ്താവനകളൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെയാണ് അവിടെ വരുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് വേൾഡ് കപ്പ് ഫൈനലിലെത്തുന്ന താരം, അതുതന്നെ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഫൈനലിലെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് എന്നതും അവിടെ ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. പ്രജ്ഞാനന്ദ, ഹംപി, വിശ്വനാഥൻ ആനന്ദ്, നിഹാൽ സരീൻ. നെക്സ്റ്റ് 58ാമത്തെ ചോദ്യം. മൺസൂർ ക്രോക്സ്, ഇത് മൺസൂണാണ് കേട്ടോ. ദൈവമേ, ചോദ്യകർത്താവ് എൻ്റെ പേരും കൂടെ നാളെ എടുത്തല്ലോ. മൺസൂൺ ക്രോക്സ് ബയോ ബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നതാര്? ഇത് ഈ തവളകളുടെ ഇനങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം സർവേ നടക്കുന്ന സമയത്ത് ഈ തവളകളുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ രേഖപ്പെടുത്തും ഒക്കെ ചെയ്തുകൊണ്ട് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള വന ഗവേഷണ കേന്ദ്രം. അപ്പോൾ അതൊക്കെ കറണ്ട് അഫെയർ ആണ്. കറണ്ട് അഫെയർ നമ്മൾ ആ ഫാക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ 24 ആയതുകൊണ്ട് നമുക്ക് 25 വീണ്ടും ചോദിക്കാൻ സാധ്യത ഉള്ളത് കൂടിയാണ്. അപ്പോൾ ഇത് നടത്തുന്നത് ആരാണെന്ന് പറഞ്ഞു? KFRI എന്ന് ഷോർട്ട് ഫോമിൽ പറയുന്ന കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? പീച്ചിയിൽ സ്ഥിതി ചെയ്യുന്നു. അത് നമുക്ക് ഏറ്റവും മിനിമം ചോദ്യമാണ്. കേരള വന ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള സെൻറ്റർ ഫോർ സിറ്റിസൺ സയൻസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഇൻഫോർമാറ്റിക്സ് മഴക്കാലത്ത് തവളകളെ രേഖപ്പെടുത്തുന്നതിനായി ആരംഭിച്ച പൗരശാസ്ത്ര പരിപാടിയാണ് ഇത്, മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. KFRI, പീച്ചി, പിന്നെയോ അതിൻ്റെ കീഴിലുള്ള സെൻറ്റർ ഫോർ സിറ്റിസൺ സയൻസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഇൻഫോർമാറ്റിക്സ്, ഇവരാണ് എന്ത് ചെയ്യുന്നത്? മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ്. അത് 2024, 2023 അതിങ്ങനെ എല്ലാ വർഷവും അതിന് സർവേ എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കുമല്ലോ. അത് ചോദ്യകർത്താവിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ആ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്നതാണ് അവിടെ. അടുത്തത് ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ് ടെറാബൈറ്റ്. ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. പിന്നെ ഭയങ്കര സിമ്പിളല്ലേ നമുക്ക്. കാരണം നമ്മൾ മൊബൈൽ ഉപയോഗിച്ച കാലഘട്ടത്തിലൊക്കെ നമുക്കിങ്ങനെ ബി, KB, MB, പിന്നെ നമുക്കത് GB ആയി അല്ലേ. പിന്നെ ഇപ്പം നമ്മൾ കേൾക്കുന്ന ഏതാണ്? TB. അതാണ് കൂടിയത് എന്നുള്ളൊരു ലെവലിൽ 1 TB എന്നുള്ള ലെവലിലേക്കൊക്കെ നമ്മൾ ഐഫോണിൻ്റെയൊക്കെ 1 TB എന്നുള്ള ലെവലിലേക്കൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. സ്വാഭാവികമായിട്ടും ഈ GB ആണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. GB ഏതാ? ഗിഗാബൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഇതിന് ശേഷം വരുന്ന ഓർഡർ വരണം. ഇതുവരെ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. ബൈറ്റ്, കിലോ ബൈറ്റ്, അതൊന്നും വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ആ TB കഴിഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ടേക്കുള്ളത്, ഇപ്പോൾ ഇവിടെ ബൈറ്റും കിലോ ബൈറ്റും മെഗാബൈറ്റും ഗിഗാബൈറ്റും ടെറാബൈറ്റ് ഇതുവരെ നമുക്കറിയാലോ. ഇവിടുന്ന് അങ്ങോട്ടുള്ളതും കൂടെ നിങ്ങൾ അതിൻ്റെ ഒരു ഓർഡർ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. PB പെറ്റാബൈറ്റ്, EB എക്സാബൈറ്റ്, ZB സെറ്റാബൈറ്റ്,
YB യോട്ടാബൈറ്റ്, BB ബ്രോണ്ടോബൈറ്റ്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ക്രമം ഓർത്തിരിക്കാൻ നിങ്ങളിപ്പോൾ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആൾറെഡി ഏത് കിട്ടും? ബൈറ്റ്, കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, ഗിഗാബൈറ്റ്, ടെറാബൈറ്റ്. ഇത് നിങ്ങളുടെ അടുത്ത് എന്തായാലും ഉണ്ടാവും. അതിൻ്റെ ബാക്കി ഓർക്കാനുള്ളതാണ് ഞാൻ പറയുന്നത്. നമുക്കവിടെ കിട്ടേണ്ടതെന്ന് പറയുന്നത് പെറ്റ കിട്ടണം, അത് കഴിഞ്ഞ് എക്സ കിട്ടണം, പിന്നെയോ സെറ്റ കിട്ടണം, പിന്നെ യോട്ട, ബ്രോണ്ടോ. അതായത് ഇപ്പോൾ ഈ എക്സാമൊന്നും നമുക്ക് എഴുതി കിട്ടാത്തൊരവസ്ഥ എന്ന് പറയുന്നത് പെട്ട അവസ്ഥയാണ് അല്ലേ? പെട്ട അവസ്ഥ, ആ പെട്ട എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ പെട്ട അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവണം? എക്സാം അങ്ങോട്ട് സെറ്റായാൽ മതി. എക്സാബൈറ്റ്, സെറ്റാബൈറ്റ്. ഈ എക്സാം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ യോ ബ്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ തോന്നിയ പോലെ നമുക്ക് കടന്നൂടെ? അപ്പോൾ ആ ഒരു ലെവലിൽ കണ്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ഇപ്പം പെട്ട അവസ്ഥയാണ്, പക്ഷേ എക്സാം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ യാ മോനെ ബ്രോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നില്ലേ? യോ ബ്രോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നടക്കാം. അപ്പോൾ ആ ഒരു ലെവലിൽ ആ ഒരു ക്രമം കൂടെ ഓർത്താൽ മതി. അപ്പോൾ ബൈറ്റ്, കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, ഗിഗാബൈറ്റ്, ടെറാബൈറ്റ്, പെറ്റ, എക്സ, സെറ്റ, യോട്ട, ബ്രോണ്ടോ. ആ ഒരു ക്രമം ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഈ പറയുന്ന അതിൽ കണ്ട സെറ്റയും പെറ്റയൊക്കെ ഇവിടെ ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്ഷനിലുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് അത്രയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ആ പേജിലെ അവസാനത്തെ ചോദ്യം, തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. എഡ്ജ് മൈക്രോസോഫ്റ്റ്, ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, ആൻഡ്രോയിഡ് ഗൂഗിൾ. അത് നമുക്ക് ഒന്ന് രണ്ടെണ്ണം നോക്കിയാൽ തന്നെ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കിട്ടുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഇവിടെ എഡ്ജ് മൈക്രോസോഫ്റ്റിൻ്റെ തന്നെയാണ്. അത് നമ്മൾ കണ്ടും കേട്ടും പരിചയമുള്ളത് തന്നെ ആയിരിക്കും. ഇനി അപ്പോൾ എഡ്ജ് മൈക്രോസോഫ്റ്റിൻ്റെ ശരിയാണ്. ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റിൻ്റെ നമ്മൾ അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല? കേട്ടിട്ടില്ല. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മാക് എന്ന് പറയുന്നത് ഇതിൻ്റെ ആപ്പിളിൻ്റെ തന്നെയാണ്. ആൻഡ്രോയിഡ് പിന്നെ ഇതിൻ്റെയാ? ഗൂഗിളിൻ്റെ തന്നെയാണ്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും? 1, 3, 4 എന്നുള്ള ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ വരുന്നത്. സോ ഈ കൂട്ടത്തിൽ നമുക്ക് അഡീഷണലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ, നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കമ്പനികൾ, ഇപ്പോൾ അതിലൊരെണ്ണം അല്ലാത്തതെന്ന് പറയുന്നത് അഡോബ് ഫോട്ടോഷോപ്പ്. അഡോബ് സിസ്റ്റംസ് ഇൻകോർപ്പറേറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്കാണ് എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഇതിൻ്റെ ലൈസൻസ് കൊടുക്കുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ ഇത് ഫൗണ്ട് ചെയ്തത്, ഈ അഡോബ് ഫോട്ടോഷോപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് തോമസ് ആൻഡ് ജോൺ നോൾ. 1987 എന്ത് ചെയ്യുന്നത്? അമേരിക്കക്കാരായിട്ടുള്ള തോമസ് നോളും ജോൺ നോളും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നത്? അഡോബ് ഫോട്ടോഷോപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. തൊട്ടടുത്ത വർഷമാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ലൈസൻസ് ഏത് കമ്പനിക്ക് കൊടുക്കുന്നത്? അഡോബ് സിസ്റ്റംസ് ഇൻകോർപ്പറേറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അഡോബ് ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റിൻ്റെ അല്ല, അഡോബ് സിസ്റ്റം ഇൻകോർപ്പറേറ്റഡിൻ്റെ ആണ്. ഇനിയോ മൈക്രോസോഫ്റ്റ് 1975 സ്ഥാപിക്കുന്നത്. ബിൽ ഗേറ്റ്സും പോൾ ജി അലനും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? മൈക്രോസോഫ്റ്റ് സ്ഥാപിക്കുന്നത്. എപ്പോൾ? 1975. ഇനിയോ തൊട്ടടുത്ത വർഷം ആപ്പിൾ സ്ഥാപിക്കുന്നു. 1976 സ്റ്റീവ് ജോബ്സ് ആണ് ആപ്പിളിൻ്റെ ഫൗണ്ടർ. അത് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ 1975 മൈക്രോസോഫ്റ്റും 1976 ആപ്പിളും എന്ത് ചെയ്യുന്നു? സ്ഥാപിക്കുന്നു. സ്റ്റീവ് ജോബ്സ് ആപ്പിളിൻ്റെ ഫൗണ്ടർ. ബിൽ ഗേറ്റ്സ് ആണ് നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടറായിട്ട് പറയുള്ളത്. കൂടെ ഒരാൾ അഥവാ ഓപ്ഷനിൽ വന്നാൽ അത് ആരായിരിക്കും? പോൾ ജി അലൻ. ഇനി ഗൂഗിൾ 1998 ലാറി പേജും സെർജി ബ്രിന്നും ചേർന്നിട്ടാണ് ഗൂഗിൾ സ്ഥാപിക്കുന്നത്. അതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പരീക്ഷകളിൽ വരാറുള്ള ചോദ്യമാണ്. ഗൂഗിളിൻ്റെ ഫൗണ്ടേഴ്സ് ലാറി പേജ്, സെർജി ബ്രിൻ. 1998
ആപ്പിൾ 1976, സ്റ്റീവ് ജോബ്സ്, മൈക്രോസോഫ്റ്റ് 75, ബിൽ ഗേറ്റ്സ് 87 തോമസ് നോളും ജോൺ നോളും ചേർന്ന് അഡോബ് ഫോട്ടോഷോപ്പ്. ആ കമ്പനി ഏതാണ് ലൈസൻസിൽ? അഡോബ് സിസ്റ്റംസ് ഇൻകോർപ്പറേറ്റഡ്. സോ ആ പേജിലെ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് സോഷ്യലും സയൻസൊന്നും പറയുന്ന പോലെയൊന്നും അത്ര കണക്റ്റഡ് ഒന്നും ഇതിൽ അത്ര കൂടുതലുണ്ടാവില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചോദ്യങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ചോദ്യങ്ങൾ പോകും. പിന്നെ നമുക്ക് മാത്സും മലയാളമൊക്കെ എത്തുമ്പോൾ പിന്നെ അത് കുറച്ചും കൂടെ സ്പീഡിൽ എന്ത് ചെയ്യും പോകും. അത് നമുക്ക് ആ പ്രോബ്ലം മാത്രം ചെയ്താൽ മതിയല്ലോ. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതേ പാറ്റേണിലുള്ള ഒരു ചോദ്യം കൂടെ നിങ്ങൾക്ക് ഇടാനുള്ളതും കൂടെ, അതായത് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ളതും കൂടെ നമുക്ക് ഇട്ടിട്ട് ചെയ്യാം. സോ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.